ഇറങ്ങി ഇനി ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങി. നമസ്കാരം. ജോലിയൊക്കെ ശരിയായെന്ന് കേട്ടു. ചന്ദ്രേട്ടാ, ബ്രിട്ടോളിയം എക്സ്പോർട്സിൽ മാനേജറായിട്ട് ജോലി കിട്ടി. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ മാസം നല്ലൊരു തുക കിട്ടും. എങ്കിൽ ഒരു മുട്ട് വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. അയ്യോ, ബസ് പോയല്ലോ. എന്ത് പറ്റി? എന്റെ ഒരു സാധനം മറന്നുപോയി. അയ്യോ, ബസ് നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ ഒരു സാധനം മറന്നുപോയി, വണ്ടി നിർത്താൻ. അയ്യോ, വണ്ടിയുടെ എങ്ങോട്ടാ? പ്രദേശത്തിന്റെ പിന്നാലെ പോട്ടെ. ജീപ്പ് എടുത്തോ, എന്റെ ഒരു സാധനം മറന്നുപോയി. എളുപ്പപ്പെട്. ആ ബസ്സിനെ ഓവർടേക്ക് നിർത്ത്. എന്താ ബസ്സിൽ വെച്ച് മറന്ന്? അപകടം പിടിച്ച ഒരു സാധനമാണ്. ബോംബാണോ? സംസാരമൊക്കെ പിന്നെ വണ്ടി വിടും. വണ്ടി നിർത്താൻ. ഓവർടേക്ക്. വണ്ടി നിർത്താൻ. ഹലോ, എന്തൊരു വീടാണോ ഇത്? നിർത്തണം, പറയുന്ന കേക്ക്. ബസ്. ഹലോ, ബസ് സ്റ്റോപ്പ്. എന്താ പ്രശ്നം? അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. എത്തി, ജീപ്പിലെത്തി. ഇങ്ങോട്ട് വന്നേ. എവിടെങ്കിലും ഇരുന്ന് അവിടെ വായും പൊളിച്ചിരുന്ന് ഉറങ്ങിക്കൊള്ളാം. ഇറങ്ങിയ ഇതാണോ മറന്ന സാധനം? ആരാ സാധനം അറിയോ? ജീപ്പിലോട്ട് കയറിയാട്ടെ. വണ്ടി റിവേഴ്സ് ഇട്. ഇനി നടക്കാവുന്ന ദൂരേ ഉള്ളൂ. പറഞ്ഞോ, എത്രയായി? ഒരു 50 ഉറുപ്പിക. അത്ര ആയുള്ളൂ. എന്റെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. വെയില് നല്ല ചൂടുണ്ട്. ബാബാ, എന്റെ ഈ വരവ് തീരെ ശരിയായില്ല എന്നൊരു തോന്നല്. എന്ത് പറ്റി? താമസ സ്ഥലത്ത് വാടകയും തരാതെ ഭക്ഷണ ചെലവ് എന്നെ കൊണ്ട് എടുപ്പിച്ച് മടുത്തപ്പോഴാണ് ഞാൻ നിനക്കൊരു ജോലി വാങ്ങി തന്നത്. എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ജീപ്പിന്റെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അത് പിന്നെ ജീപ്പിന്റെ കാശ് എന്ന് പറഞ്ഞാ ബസ്സിൽ നിന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ ആലോചിക്കുന്നത്? ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഭക്ഷണവും താമസവും ഒക്കെ എന്റെ വക ഫ്രീ അല്ലേ? എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ നീ അതിനും കണക്ക് പറയും. നീ ഉടക്കാൻ ഞാൻ ചിലപ്പോ പറഞ്ഞിരിക്കും. പോകട്ടാ, ഞാൻ ഓഫീസിലെ പ്യൂണാണെന്ന് അറിയാതെ പോലും നീ ആരോടും പറഞ്ഞേക്കല്ലേ. ഓർമ്മയുണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട്. പോയി. ഉത്സവം പ്രമാണിച്ചുള്ള വരവായിരിക്കും അല്ലേ രാജേന്ദ്ര? ഉത്സവം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? വരാം. രാജേന്ദ്ര, ഞാൻ മണ്ണാർക്കാട് 250 ഏക്കർ ഭൂമി വാങ്ങിച്ചു. റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുക. ഇതാരാ? ഇത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ. നിന്റെ കീഴിലോ? നീ പ്യൂൺ. അതിന്റെയും താഴെ സ്വീപ്പർ ആയിരിക്കും അല്ലേ? പ്യൂണോ? ഞാനോ? അതെ, ശിപായി. ഞാൻ ടൗണിൽ വന്നപ്പോ നീ ആ വേഷത്തിൽ ഒരു ചായക്കട നിൽക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തേക്ക് വരാഞ്ഞതാ നീ ചമ്മണ്ടാന്ന് കരുതി. അത് മാത്രമല്ല, എന്റെ കൂടെ കാറിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്യൂണിന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. ചെല്ല്. ഞങ്ങളേ മണ്ണാർക്കാട്ടേക്ക് പോവുകയാ. ഏതായി വിവരദോഷി? ചതിച്ചു എന്നാ തോന്നുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും. നിന്റെ നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ? ഇവനിപ്പോ മണ്ണാർക്കാട്ടേക്ക് പോയില്ലേ? അപ്പൊ നീ വന്നു, വീണ്ടും എല്ലാം ബാലൻസ് ആയി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അബദ്ധത്തിൽ പോലും നീ എന്നെ പ്യൂണെന്ന് വിളിച്ചു പോകരുത്. സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. പറ്റിക്കല്ല, ഇത് വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നെ ഇത് തന്നെ നിന്റെ പരിപാടി. അമ്മയോട് ചോദിച്ചിട്ടാ? ആഹാ, നീയായിരുന്നോ? ഇവനെ കൊണ്ട് ഇങ്ങനെ ഇളനീര് തീറ്റിച്ച അരയ്ക്കാൻ തേങ്ങ കാശ് കൊടുത്തു വാങ്ങൂ. പറഞ്ഞ കേക്കണ്ടേ അസത്ത്? അമ്മേ, വെല്ലേട്ടനോട് മറ്റേ കാര്യം ചോദിക്ക്. എന്ത് കാര്യം? വെല്ലേട്ടൻ ഓഫീസിലെ പ്യൂണാണത്രേ. ആണോ? ഞാനോ? പിന്നെ ഞാനോ? വലിയേട്ടന് നാട്ടിലൊരു പേരും വീണിട്ടുണ്ട്, ബ്രിട്ടോളി രാജേന്ദ്രൻ. നിന്നെ ഞാൻ പേരിട്ടോ ഞാനല്ല. അഥവാ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ നിനക്ക് 4 ചീത്ത വിളിച്ചൂടെ? പരിചയപ്പെടുത്താൻ മറന്നല്ലോ, ഇത് അപ്പക്കുട്ടൻ നായർ. നായരല്ല, മേനോൻ. രണ്ടും ഒന്ന് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, കൂടെ താമസിക്കുന്ന? ഞാൻ കൂടെ താമസിക്കല്ല, ബ്രിട്ടോളി എന്റെ കൂടെ താമസിക്കുക. നല്ല മര്യാദ. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് നിർത്തിയാ സംസാരിക്കുക? ഓ സോറി. വരൂ അപ്പക്കുട്ട. എനിക്ക് കമ്പനിയിൽ മാനേജർ ജോലി വാങ്ങിച്ചെന്നും ഇദ്ദേഹം തന്നെയാണ്. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പക്കുട്ടൻ നായരുടെ വീട് എവിടെയാ? നായരല്ല, മേനോൻ. അതെ, മേനോന്റെ വീട് എവിടെയാ? വീട് പണി തുടങ്ങിയിട്ടില്ല. അമ്മ സംസാരിച്ച് നിൽക്കാതെ അടുക്കളയിലൊട്ടിയല്ലേ, വിശന്നൊരു വഴിയായി. അമ്മേ, ഒരു കാര്യം.
ഞാൻ കോഴിയിറച്ചി കഴിക്കാറില്ല. അതിന് കോഴിയിറച്ചി ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ? ഉം, ഉം. ഊണ് വിചാരിച്ചത്ര സുഖമില്ല കേട്ടോ. അതിനെന്താ, ഇനി നീ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഹേയ്, എനിക്ക് ഉച്ചവർക്കം പതിവില്ലല്ലോ. നടന്ന് ക്ഷീണിച്ചതല്ലേ? ഞാൻ ക്ഷണിച്ചില്ല, നീ ക്ഷണിച്ച. ഞാൻ ക്ഷീണിച്ചു. എന്നാ നീ ഉറങ്ങിക്കോ, എനിക്ക് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധമായി ശ്വസിക്കണേ. പുറത്തുള്ള വായു തന്നെയാണ് ജനലിൽ കൂടി അകത്തേക്ക് വരുന്നത്. നീ എന്റെ അതിഥിയാണ്, നീ ഉറങ്ങിയേ പറ്റൂ. എനിക്ക് പുറത്തിറങ്ങണം. അപ്പൊ കുട്ട പ്ലീസ് നീ ഒന്ന് ഉറങ്ങ്. രാജേന്ദ്ര പ്ലീസ് എന്നെ പുറത്തു പോകാൻ അനുവദിക്കൂ. ഇവിടുത്തെ നിയമം എന്റെ നിയമമാണ്. ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങണം. കടടാ അവിടെ അനങ്ങി പോരും. അത്രയ്ക്കായോ? ശാരദേ, ശാരദേ, ശാരദേ. രാധിക എവിടെ? എന്തേ? എവിടെന്നാ ചോദിച്ചത്? അവൾ അപ്പുറത്തെങ്ങാനും എന്താ അച്ഛാ? ആ ഉണ്ടോ? ഞാൻ പിന്നെ എവിടെ പോവാനോ? നിന്റെ ആങ്ങളയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അമ്മാവ നമസ്കാരം. നമസ്കാരം. ആ നിന്നെ പറ്റി ഞാനിപ്പോ പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരൂ. നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയാ. അകത്തെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? എന്താ? ഇല്ലില്ല, ഇത് വേറെ കാര്യം പറഞ്ഞ. ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവനവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്തുകാര് പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല. തീരെയല്ല. ആ ഒരു കുഴപ്പമുള്ള അമ്മാവൻ. അവിടെ തെറ്റി. പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കേട്ടാറില്ലേ? രവി നുണയനല്ലോ. മാത്രമല്ല അവർ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നീ അകത്ത് കയറിപ്പോ. ഇതാണ് പാർട്ടി, അറിയാമല്ലോ. വയസ്സെത്രയുണ്ട്? ആർക്കാ മോളേത്? എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എന്നാ അതുപോലെ അകത്തോട്ട് കൊണ്ടുപോയി. ഇവന്മാര് തന്നെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, ഉടുത്തൊരുങ്ങി ഇറങ്ങിയിരിക്കുക. കൊണ്ടുപോയി. പോരടി, ഈ മോശക്കോടെ നന്നാവത്തില്ല. മോശക്കോടെ നിന്റെ നായര. അത് തന്നെയാ പറഞ്ഞത്. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആതിഥ്യ മര്യാദ സംസ്കാരം ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഇറങ്ങോടെ പുറത്ത്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ബ്രിട്ടോളി കമ്പനി അക്കൗണ്ടന്റ് അപ്പുക്കുട്ടൻ മേനോൻ. ഇത് ഞങ്ങളുടെ മാനേജർ രാജേന്ദ്രൻ സാർ. മാനേജറുടെ ബേസിക് പേ 4500 റുപ്പീസ്, 4500 രൂപ. പിന്നെ ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, DA, ഹൗസ് അലവൻസ്, കാർ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12,000 രൂപ വരും. രാധികയെ പോറ്റാൻ ഇത്രയൊക്കെ പോരെ അമ്മാവ? നീ പോറ്റണ്ട. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ അവളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർത്തോളാം. ആ, അപ്പൊ നമുക്ക് ഇവിടെ അനാഥ മന്ദിരത്തിൽ നിന്ന് പൊക്കാം. ഇയാള് മഹാ ചീങ്കണ്ണിയാ. നേരായ വഴിക്ക് ഇത് നടക്കൂല മോനെ. ചീങ്ങണ്ട് നിന്റെ അപ്പൂപ്പൻ. അമ്മാവ എന്റെ സുഹൃത്തിന്. കുഴപ്പമില്ല, കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പോകാം. അതല്ലേ നല്ലത്. രാജേന്ദ്രൻ നീ ഉം. ഉം. ബ്രിട്ടോളി. ബ്രിട്ടോളി. ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജരാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ബ്രിട്ടോളി. ബ്രിട്ടോളി നിന്റെ തന്തയാടാ. ചുടയുള്ളൊരുത്തനെ ഒന്നുകൂടെ വിളിയെടാ. നീ എന്താ ആളെ കൊല്ലം നടക്കുവാണോ? ഒരിക്കലും ഇല്ല. കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല. അത് കയ്യിൽ വെച്ചേക്ക് രവി. എതിരാളിയെ അല്ലെങ്കിൽ നീ നാട് മുഴുക്ക എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് എന്തിന്? ഞാൻ എന്ത് പറഞ്ഞു? അല്ലെങ്കിലും സത്യം എങ്ങനെ അപവാദാകുന്നത്? ഉള്ളതുപോലെ പറഞ്ഞ് നീ രാധികയെ കെട്ടിക്കോ. പക്ഷെ അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. രാധിക ജീപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവളെ ഇറക്കി വിട്ടതേ ഉള്ളൂ. ഓഹോ, രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? ചുമ്മാ ഒന്ന് കറങ്ങാൻ. പുഴക്കരക്കൂടെ ഒന്ന് ചുറ്റി അടിച്ചു. മോഹപക്ഷി കൊള്ളാം. സത്യം പറഞ്ഞതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് ഓർത്തു നോക്ക്. കല്യാണത്തിന് പെണ്ണിന് കൊടുക്കാൻ ഒരു നല്ല സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഒരാഴ്ചത്തെ ഹണിമൂൺ ട്രിപ്പ്, അതിനുള്ള വകുപ്പുണ്ടോ? രാജേന്ദ്ര, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരുത്തനെ പ്രേമിക്കാൻ ഇപ്പോഴത്തെ പെമ്പിളേര് തയ്യാറല്ല. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ രാധികയ്ക്ക് വേണ്ടി നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല. അതങ്ങ് ഇറക്കി വെച്ചേക്ക. നമ്മൾ തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തു തരാം. എന്ത്? രാധികയ്ക്ക് എന്നോടാണ് സ്നേഹമെന്ന്. ആഹാ, നിന്റെ കയ്യിൽ സ്നേഹം അളക്കുന്ന യന്ത്രമുണ്ടോ? ഉത്സവത്തിന് വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. എന്ത് കാണിക്കാൻ? നീ കാണാൻ അവൾ എന്നെ ഒരു ഉമ്മ വെക്കുന്നെന്ന് വിചാരിക്കുക. അപ്പൊ അത് വിശ്വസിക്കൂ? അവളുടെ കാലേ കിടക്കുന്ന പുതിയ ചെരുപ്പ. എന്തിനാ അത് വെറുതെ ചീത്തയാക്കുന്നേ? വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം.